ഷാപ്പിലെ കോഴിക്കറി കുരുമുളക് ചതച്ചത്. കേരളത്തിലെ ഷാപ്പുകളിൽ ലഭിക്കുന്ന അതേ രുചിയിൽ എരിവും പുളിയും നിറഞ്ഞ നാടൻ കോഴിക്കറി വീട്ടിൽ തയ്യാറാക്കാം. ചേരുവകൾ: കോഴിയിറച്ചി 1 കിലോ, ചെറിയ കഷണങ്ങളായി മുറിച്ചത്. കുരുമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ. നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ. സവോള 3 എണ്ണം അരിഞ്ഞത്. തക്കാളി 1 എണ്ണം അരിഞ്ഞത്. പച്ചമുളക് 2 എണ്ണം നീളത്തിൽ കീറിയത്. ഇഞ്ചി 1 ചെറിയ കഷ്ണം ചതച്ചത്. വെളുത്തുള്ളി 5 അല്ലി ചതച്ചത്. കറിവേപ്പില 2 തണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഗരം മസാല ബൈ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. പെരിഞ്ജീരകം 1/4 ടേബിൾ സ്പൂൺ. എണ്ണ 4 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: 1. മാരിനേറ്റ് ചെയ്യുക. കോഴിയിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലാക്കുക. ഇതിലേക്ക് കുരുമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. 2. മസാല തയ്യാറാക്കുക. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് അരിഞ്ഞ സവാളയും കറിവേപ്പിലയും ചേർത്ത് സവാള മൃദുവായി വരുന്നതുവരെ വഴറ്റുക. 3. മസാലകൾ ചേർക്കുക. സവാള വാടി വരുമ്പോൾ ഗരം മസാല, മല്ലിപ്പൊടി, പെരിഞ്ജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 4. ഇറച്ചി ചേർക്കുക. മാരിനേറ്റ് ചെയ്യാൻ വെച്ച കോഴിയിറച്ചി ഇതിലേക്ക് ചേർത്ത് മസാലകൾ എല്ലാ ഭാഗത്തും പിടിക്കുന്നതുവരെ നന്നായി ഇളക്കുക. 5. വേവിച്ചെടുക്കുക. അരിഞ്ഞ തക്കാളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയ ശേഷം 1/2 കപ്പ് വെള്ളമൊഴിച്ച് പാത്രം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. 6. ചാറ് കുറുകാൻ. ഇറച്ചി നന്നായി വെന്തു കഴിഞ്ഞാൽ മൂടി മാറ്റിവെച്ച് ചാറ് കുറുകുന്നതുവരെ വീണ്ടും വേവിക്കുക. 7. വിളമ്പാം. ആവശ്യത്തിന് ചാറ് കുറുകി പാകമാകുമ്പോൾ തീ അണച്ച് ചൂടോടെ വിളമ്പാം. കപ്പ, അപ്പം അല്ലെങ്കിൽ പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ ഇത് വളരെ നല്ലതാണ്.